പണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെയാണ് പലരും താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ കൂട്ടുകുടുംബം തറവാട്ടിലാണ് താമസിച്ചത്. പക്ഷെ അവിടെ ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു. ഇന്ന് ചെറിയ ഫാമിലി, ഉമ്മ ഉപ്പ 2 മക്കളുണ്ടെങ്കിൽ തന്നെ ഒത്തൊരുമ കുറവായിട്ട് എനിക്ക് ഫീൽ ആയി. കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൽ മാനേജർ ഉണ്ടാവും, മാനേജർ ഇല്ലാത്ത സമയത്ത് ഒരു അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു സ്പോർട്സ് ടീം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്യാപ്റ്റൻ ഉണ്ടാവും. അങ്ങനെ എന്തെടുത്തു കഴിഞ്ഞാലും, സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് മുറിയിൽ ഒരു ലീഡർ ഉണ്ടാവും. ഒരു ലീഡർ ഇല്ലാത്ത ഹോസ്റ്റൽ റൂമാണെങ്കിൽ ഒരു തെർത്തീബ് ഉണ്ടാവില്ല, അല്ലെ, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരാളെ നമ്മൾ ഒബേ ചെയ്യുന്ന അനുസരിക്കുന്നത്. റൂം ക്ലീൻ ഉണ്ടാവും, എല്ലാവരും അതിൻ്റെതായ കാര്യത്തിൽ തർത്തീബ് ചെയ്ത് ചിട്ടയോടുകൂടി ഒരുക്കി വെക്കും. ഹോസ്റ്റലിൽ നിസ്കരിക്കുന്ന തന്നെ പള്ളിയിൽ ഒരു ഇമാം ഉണ്ടാവും. എന്തിനും ഒരു ലീഡർഷിപ്പ് ഉണ്ട്. വീടിന്റെ കാര്യത്തിലാണ് അത് ഫസ്റ്റ് വേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. വീട്ടിലൊരു ലീഡർ നിർബന്ധം, അല്ലെ. പണ്ടൊക്കെ ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡാണ് ലീഡർ, അല്ലെ. ഹസ്ബൻഡിന്റെ അഭാവത്തിൽ അത് കൈകാര്യം ചെയ്യുക ഭാര്യയായിരിക്കും. പക്ഷെ ഇന്ന് ഹസ്ബൻഡിന് അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊടുക്കണോ? ഹസ്ബൻഡാണോ ഇല്ല, നമുക്കെന്താ ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ സ്ത്രീയെ വന്ന് അടിച്ചമർത്താൻ എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. ആക്ച്വലി ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ്. ലീഡറായിട്ട് ആൾ വേണം. എല്ലാ പെണ്ണും ആഗ്രഹിക്കുക തന്റെ പുരുഷൻ ഒരു പുരുഷനായിരിക്കണം, ഒറ്റൊരു പുരുഷനായിരിക്കണം എന്നല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അവനെ നല്ലൊരു 1ാം നമ്പർ പുരുഷനായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. വീട്ടില് അവൻ പറയുന്ന വാക്കുകൾക്കൊരു വാല്യൂ കൊടുക്കണം, അവനെ റെസ്പെക്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ശരിക്കും ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരാണിന് പുറത്തുനിന്ന് എവിടുന്ന് കിട്ടുന്നതിനേക്കാളും റെസ്പെക്ട് സ്വന്തം കെട്ടിയോളെടുത്തുനിന്ന് കിട്ടണം. ഒരു പെണ്ണിന് അവളെ ഉപ്പാൻ്റെ അടുത്തുനിന്ന് അവളെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് അവരെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും ഇഷ്ടം സ്വന്തം ഭർത്താവിൽ നിന്നും കിട്ടണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു കാര്യവും അങ്ങ് അടുക്കൂല. കാരണം അവർ ഭയങ്കര സ്ട്രോങ് ടീമായിരിക്കും. ഞാനീ പറഞ്ഞു വന്നത് ലീഡർ മസ്റ്റാണ്. ആ ഒരു വീട്ടിൽ മനസ്സാ വാച ആ ലീഡർ അനുസരിക്കാൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാരും ആ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം മനോഹരമായിരിക്കും.